പെരുമ്പയിലെ സി സുഗറയുടെ വീട്ടിൽ നിന്ന് 80 പവൻ സ്വർണ്ണം മോഷണം പോയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വിശദാംശങ്ങളുമായി സജു ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് സജു ദേവസ്യ. എന്താണ് ഈ കണ്ണൂർ പയ്യന്നൂർ പ്രദേശങ്ങളിലൊക്കെ മോഷ്ടാക്കളുടെ എണ്ണം കൂടുകയാണോ? SKN ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി മോഷണ സംഭവങ്ങൾ വർദ്ധിക്കുന്നത് സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ നടന്നത് വൻ കവർച്ചയാണ്. കുടുംബാംഗങ്ങൾ പോലീസിനോട് നൽകിയ മൊഴി പ്രകാരം 80 പവനോളം നഷ്ടപ്പെട്ടു എന്നതാണ് അവരുടെ മൊഴിയിൽ പറയുന്നത്. പോലീസ് അതിൻ്റെ വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ്. ഇതൊരു ഇരുനില വീടാണ്. 2 കുടുംബാംഗങ്ങളായ 2 പേർ മുകൾ നിലയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. പുലർച്ചയോടുകൂടി അവർ പുറത്തിറങ്ങി വന്നപ്പോഴാണ് മുൻവാതിൽ തകർത്ത നിലയിൽ കാണുന്നത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് 2 മുറികളിലെ 2 അലമാരകളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. വീട്ടുടമസ്ഥയും ഭർത്താവും അവർ ആശുപത്രിയിലായിരുന്നു. അവർ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. ആ ഘട്ടത്തിൽ അവരാണ് താഴത്തെ മുറികളിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. അവർ പക്ഷേ വീട്ടിലുണ്ടായിരുന്നില്ല, അവർ ആശുപത്രിയിലായിരുന്നു. മറ്റ് 2 കുടുംബാംഗങ്ങൾ അവർ മുകൾ നിലയിലുമായിരുന്നു. അവർ അറിഞ്ഞില്ല എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. ഈ വിഷയം അതായത് ഇവിടെ കൃത്യമായ നിരീക്ഷണമൊക്കെ നടത്തി കാര്യങ്ങൾ പഠിച്ചാണ് മോഷ്ടാക്കൾ ഈ മോഷണം നടത്തിയിട്ടുള്ളത് എന്ന് ഏറെക്കുറെ വ്യക്തമാകും വിധമാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഈ ഘട്ടത്തിലുള്ളത്. അപ്പോൾ ആസൂത്രിതമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം നഷ്ടമായ സ്വർണം എത്രത്തോളം എന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും കൃത്യമായി അവരുടെ മൊഴി കൂടി വിശദമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പോഴത്തെ പോലീസിൻ്റെ ഒരു നിഗമനം പയ്യന്നൂർ പോലീസ് പറയുന്നത് 80 പവനോളം നഷ്ടമായി എന്നാണ് മനസ്സിലാക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അർദ്ധരാത്രിയോടുകൂടിയാണ് മോഷണം നടന്നിട്ടുണ്ട്. വലിയ അളവിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏതായാലും നഷ്ടമായിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സജു ദേവസ്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.